കോൺഗ്രസ് പത്തിയൂർ മുൻ മണ്ഡലം പ്രസിഡന്റും പത്തിയൂർ ഫാർമേഴ്സ് ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പറും അധ്യാപകനുമായിരുന്ന മഠത്തിൽ വി.കെ. നാരായണപിള്ളയുടെ 12ാമത് അനുസ്മരണ ദിനാചരണം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്നു. കെ.പി.സി.സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ. സമീർ ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഗ്രസ് പത്തിയൂർ മുൻ മണ്ഡലം പ്രസിഡന്റും പത്തിയൂർ ഫാർമേഴ്സ് ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗവും പ്രയാർ RVSM ഹൈസ്കൂളിലെ അധ്യാപകനുമായിരുന്ന മഠത്തിൽ വി.കെ. നാരായണപിള്ളയുടെ 12ാം ചരമവാർഷികം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. എൻ. രാജശേഖരമുള്ള അധ്യക്ഷത വഹിച്ചു. കെ.പി.സി.സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ. സമീർ ഉദ്ഘാടനം നിർവഹിച്ചു. ശബരിമലയിൽ അയ്യപ്പ സന്നിധിയിൽ നിന്ന് പോലും സ്വർണം കവർച്ചയും ഭക്തരാണെന്ന് നടിച്ചു, ജീവനക്കാരാണെന്ന് നടിച്ചു, അയ്യപ്പന് സേവ ചെയ്യുന്നവരാണെന്ന് നടിച്ചുകൊണ്ട് ഇരിക്കുന്ന ആളുകൾ അവർ ഭരിക്കുന്ന സംസ്ഥാനത്ത് അവർക്കൊരു വിശ്വാസമില്ലെന്ന് നമുക്കറിയാം. നിയമസഭയിൽ ചർച്ച ചെയ്യാൻ പോലും അനുവദിച്ചില്ല. ദ്വാരപാലക വിഗ്രഹങ്ങളിൽ പൊതിഞ്ഞിരുന്ന സ്വർണ്ണ പാളികൾ കവർച്ച ചെയ്തുകൊണ്ട് പോകുന്നതിന് എല്ലാം ഒത്താശം ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് അത് ഇപ്പോൾ വെളിച്ചത്ത് വന്നിരിക്കുന്നത്. അയ്യപ്പന്റെ എല്ലാവിധമായിട്ടുള്ള ഇവരോടുള്ള കോപം ഇത് ഇന്നലെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘാടനയിലുള്ള പ്രിയങ്കനായ നമ്മുടെ MP ശ്രീ K.C. വേണുഗോപാൽ അവർ സൂചിപ്പിച്ചതുപോലെ ഇത് പിണറായി വിജയൻ സർക്കാരിന്റെ ഒടുക്കലത്തെ മോഷണമായിട്ട് മാറുകയാണ്. ഇനി ഈ നാട് മോഷ്ടിക്കുവാനുള്ള അവസരവും അധികാരവും ശ്രീ അയ്യപ്പനടക്കമുള്ള ഒരു ദേവന്മാരും ഒരു ദൈവങ്ങളും ഇവർക്ക് നൽകില്ല. കേരളത്തിലെ ഭക്തജനങ്ങൾ ഒന്നാകെ എന്നവർക്ക് എതിരാണ്. ഇന്നലെ ആയിരക്കണക്കിന് ജനങ്ങളാണ് പത്തനംതിട്ടയിലെ പഴയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ തടിച്ചുകൂടിയത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് T. സൈലാബ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. പത്തിയൂർ പഞ്ചായത്ത് CPM-നോട് എതിരിട്ട് സംഘടനാ പ്രവർത്തനം നടത്തുന്നത് വലിയ വൈതരണികളെ നേരിട്ട കാലഘട്ടത്തിലായിരുന്നു. നാരായണപിള്ള സാറിനെ പോലെയുള്ള നേതാക്കന്മാരുടെ സൗമ്യമായ പെരുമാറ്റവും വിനയാന്വിതമായ സംഘടനാ പാഠവും കൊണ്ട് എല്ലാവരുടെയും പ്രശംസ വിളിച്ചു പറ്റിയ ദിഷണാശാലിയായ നേതാവായിരുന്നു അദ്ദേഹം. ഒരാളിനോടും അദ്ദേഹം മുഖം കറുത്തു സംസാരിക്കുന്ന രീതിയിലായിരുന്നു. പാർട്ടിക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധിയിൽ ഗുണപരമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോയ എന്നും പാർട്ടിയാണ് തനിക്ക് മുഖ്യം. വ്യക്തി താൽപര്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താൽപര്യങ്ങളോ അദ്ദേഹം സംഘടനയുടെ കാര്യത്തിലേക്ക് വലിച്ചഴയ്ക്കുവാൻ ഒരിക്കലും തയ്യാറായിട്ടില്ല. DCC അംഗം ബെന്നി പത്തിയൂർ സ്വാഗതം പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റുമാരായ V.K. വിശ്വനാഥൻ, രാജീവ് വല്യത്ത്, കോൺഗ്രസ് നേതാക്കളായ K. രാജേന്ദ്രകുമാർ, വിശാഖ് പത്തിയൂർ, ബിജു പത്തിയൂർ, ബാബു കൊരമ്പള്ളിൽ, ഏവൂർ തമ്പി, ശ്രീജിത്ത് ഏവൂർ, ശംഭു പ്രസാദ്, തോമസ് ഏവൂർ, ദീപക് ഇരുവ, ഏവൂർ മോഹൻകുമാർ, വിജയൻ തണ്ടാശ്ശേരിൽ, ലാലൻ, മനോജ് ഏവൂർ, ശങ്കരൻ ചെട്ടിയാർ, രഘുനാഥപിള്ള, വിഷ്ണു വലിയത്ത്, കണ്ണൻ ചിറക്കുളങ്ങര, രാധാകൃഷ്ണൻ, പൊന്നച്ചൻ, വിജയൻ എരുവ തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.